ചേട്ടാ പഴയ സൂപ്പർ സ്റ്റാറിന്റെ പോസ് കൊടുക്കുന്നേ. എടാ വിട്ടേക്ക്, നീ കൊടുക്കുന്ന പോസ് കണ്ടല്ലേ നിനക്കെന്താ വാദം പിടിച്ചെന്ന് എല്ലാവരും വിചാരിക്കും. സംശയമുണ്ടോ? തോത്താറാമേ ദാ ഇതുപോലത്തെ പോസ് കൊടുക്കേ. ഇതുപോലെ കൊടുത്താലുണ്ടല്ലോ നല്ല ബലശാലിയാണെന്ന് വിചാരിക്കും. ഒറ്റയ്ക്ക് ഒരു കാറിനെ തള്ളാൻ കഴിയുമെന്ന് വിചാരിക്കും. നിങ്ങളൊന്നും മിണ്ടായിരിക്കേ. ജിമ്മിൽ വെക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫി വേണം. തോത്തറാമേ ബോഡി ബിൽഡറെ പോസ് കൊടുക്ക്. ഇത്ര ദിവസമായിട്ട് ഞാൻ ഏത് മോഡലിന് വേണ്ടിയാണോ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ മോഡൽ എനിക്ക് കിട്ടിയിരിക്കുവാണ്. ഐ ആം ഹാപ്പി. അല്ല നിങ്ങൾ ആരാണ്? ഞാനാണ് ക്രിയേറ്റീവ് ഹെഡ്. എന്ത് ഹെഡ്? ഇങ്ങനെ ഒരു ഹെഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. എടാ ഒരു ഡിറ്റക്റ്റീവ് ഹെഡ് ആയിരിക്കും. സംശയമുണ്ടോ? അതെ, ഞാൻ ഡിറ്റക്റ്റീവായി മാറിയിരിക്കുകയാണ്. ഇത്ര നല്ല മോഡലാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഐ ആം ഹാപ്പി. ഐ ഹാപ്പി. ഐ ആം ഹണി. എടാ കഴുതേ, അവരുടെ പേര് ഹാപ്പി എന്നല്ല. അവര് പറഞ്ഞതേ അവർക്ക് സന്തോഷം ഉണ്ടെന്നാ. സംശയമുണ്ടോ? അല്ല, എന്റെ പേരും ഹാപ്പി എന്നാണ്. നിങ്ങളുടെ പേരെന്താണ് ഹാൻസം? കിറ്റ് കിറ്റ്. പക്ഷെ സ്നേഹമുള്ളവർ എന്നെ കിറ്റ് കിറ്റ് എന്നാ വിളിക്കാറ്. എന്റെ ഭായ് ഹാൻസം എന്ന് പറഞ്ഞാൽ ഞാനാണ്. അല്ലേ മേഡം? അതെ. അങ്ങയുടെ പേരെന്താണ്? തോത്താറാം. തോത്താറാമെന്നോ? നോട്ട് വർക്കിംഗ്. ഇന്ന് മുതൽ നിങ്ങളുടെ പേര് TR എന്നാ. ടയർ. ഇതെന്താ പേരാണിത്? അത് ശരി. അപ്പൊ ടയറിന് പേരുണ്ടോ? ടയർ എന്നല്ല, TR. പരസ്യലോകത്ത് ഇങ്ങനെയുള്ള പേരെ വർക്കൗട്ട് ആവൂ. വെരി ഗുഡ്. ഐ ആം ഹാപ്പി. വെൽക്കം. സോർദാർ, നീ എന്തിനാ ഈ ട്രോളി കൊണ്ടുവരുന്നത്? കോസ്റ്റ്യൂം ഡിസൈനർ ഹണിയല്ലേ? ടീം വർക്ക് മനസ്സിലായോ? ഐ ആം ഇംപ്രസ്ഡ്. പക്ഷെ ഇന്നലെ പറഞ്ഞതേ ഹാപ്പി എന്നാണ്. പേര് ഹാപ്പി എന്ന് തന്നെയാണ്. നിങ്ങൾ കാരണം ഞാൻ ഇംപ്രസ് ആയിരിക്കുക. ശരി, വാ ഫോട്ടോഷൂട്ട് തുടങ്ങാം. അല്ല, സൽമാൻ എവിടെ? അദ്ദേഹം ഫോട്ടോഷൂട്ടിനൊന്നും വരില്ല. അദ്ദേഹം നാളെ ഷൂട്ടിനെ വരികയുള്ളൂ. ഓക്കേ, തോത്തറമേ വാടാ. ഓ എടാ, അവന്റെ മുഖത്ത് ലൈറ്റ് അടിക്ക്. ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെ പോയ പോപ്പട്ടിന് ദേഷ്യം വരും. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ തന്നെ ലൈറ്റ് അടിക്കാം. നിർത്ത്. നീ എന്താ ഈ കാണിക്കുന്നേ? അത് പിന്നെ പോപ്പട്ട് തോത്താറാമന്റെ മുഖത്ത് ലൈറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ച്. ഈ മരമണ്ട തീർച്ചയായിട്ടും മുഖത്തോടൊപ്പം താങ്കളുടെ കരിയറും അവസാനിപ്പിക്കും. എടാ തോത്താറാം, അല്പം പുറകിലേക്ക്. തോത്തറമേ അല്പം പുറകിലേക്ക്. എന്താണത്? ഇനി പുറകെ പോയാലേ ഞാൻ സ്റ്റേജിന്റെ പുറകിൽ പോകേണ്ടി വരും. ഇവിടെ തന്നെ പിടിക്കാം. ഹാപ്പി. നീ ഇപ്പൊ തന്തൂരി പൂച്ചയായി മാറിയേനെ. സംശയമുണ്ടോ? സർ, ഇത് TR ആണ്. നമ്മുടെ മോഡലാണ്. സൽമാൻ സാറിനൊപ്പം ഷൂട്ടിങ്ങിന് വന്നതാണ്. എന്താ ഇത്?
ഇയാളെ ബനിയനെ ലുങ്കി ഉടുപ്പിക്ക. എന്താ ഇത്? ബനിയനെ ലുങ്കി ഇട്ടിട്ട് ഷൂട്ട് ചെയ്യണമെന്നോ? ഇത് ആരാണെന്ന് അറിയാമോ? ഞാൻ ഡയറക്ടറാണ്. നീ എന്നോട് ചോദിക്കാണോ? എടോ, ഇത് ദരിദ്രനായ ഒരു കർഷകനാണ്. തനിക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, താൻ ആരാ ദരിദ്രൻ പറഞ്ഞേ? ടിയാർ, നിങ്ങളുടെ ക്യാരക്ടർ ഒരു ദരിദ്രനായ കർഷകനാണ്. അതുകൊണ്ടാണ് ലുങ്കിയും ബനിയനും ഇടാൻ പറഞ്ഞത്. വിടാനാ പറഞ്ഞു. പിന്നെ ഇനി എന്നെ പൊക്കുവാണെങ്കിൽ തന്നെ പൊക്കാൻ ഇവിടെ വേറൊരുത്തനുണ്ട്. എന്ത്? ഇവൻ പൊക്കോന്നോ? എന്റെ ഭായി ട്രെയിലർ കാണിച്ചു കൊടുക്ക്. തോത്താറാമ നിക്കേ, നീ ഇവിടെ പണിയെടുക്കാനാ വന്നത്, തല്ലുണ്ടാക്കാനല്ല. ഗുണ്ടായിസം കാണിക്കാണോ? ഐ ഡോണ്ട് വാണ്ട് ഹിം. ഷൂട്ടിംഗ് ബാക്കപ്പ്. നീ എന്താ കാണിച്ചത് ടിയാർ? തന്റെ മോഡലിംഗ് കരിയർ തുടങ്ങുന്നതിന് മുൻപേ അവസാനിച്ചല്ലോ. വാ, ഡയറക്ടറോട് സോറി പറയാം. ഹാപ്പി പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സോറി. നീ വേഗം പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വാ. സൽമാൻ എവിടെ? സൽമാൻ എവിടെ? കാണുന്നില്ലല്ലോ. സൽമാൻ എവിടെ? എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് മാറി നിൽക്കൂ. മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? സൽമാന്റെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നോ നിന്നെ ഞാൻ? ഇതാ പിടിച്ചോ. എടോ, എന്താ കാണിക്കുന്നെ? എടാ, എന്റെ ഓണി എന്റെ പുറത്ത് കൈവയ്ക്കുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഐ എം നോട്ട് ഹാപ്പി. ഞങ്ങള് സൽമാനെ കാണാനാണ് വന്നത്. അപ്പോഴേക്ക് ഇവര് ഞങ്ങളെ തല്ലാൻ തുടങ്ങി. അതെ, ഇതാണ് സൽമാൻ സർ. എന്ത്? സൽമാൻ അഹമ്മദ് വലിയ ഫേമസ് മോഡലാണ്. ഇദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് ഷൂട്ടിംഗ്. ഞാൻ പോവുകയാണ്. നോ സർ, പ്ലീസ്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ആ ശരി ശരി, ഷൂട്ട് ചെയ്യാം. പക്ഷെ ഈ 4 മട്ടന്മാരെ എന്റെ മുന്നിൽ വരാൻ പാടില്ല. അതെ ബായ്, ഒന്നും തന്നെ നടക്കില്ല. എന്റെ കൂട്ടുകാർ ഇവിടെ തന്നെ ഉണ്ടാവും. അവരിവിടെ ഇല്ലെങ്കിലേ ഞാൻ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കില്ല. നീ എന്തായി കാണിക്കുന്നേ? ഇത് നിന്റെ കരിയറിന്റെ പ്രശ്നമാണ്. ഇതിൽ എന്താ പ്രശ്നമുള്ളത്? ഞങ്ങൾ പുറത്തു നിന്നോളാം. അതെ, ഞങ്ങൾ എന്തായാലും സൽമാനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് സൽമാൻ അല്ല, സൽമാന്റെ ഡ്യൂപ്പാണ്. എപ്പ തീർക്കും? എങ്ങനെ 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 തീർക്കും? എന്താ ചെയ്യുന്നത്? ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്തായി ചെയ്യുന്നേ? മാഡത്തിന് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഞാൻ മാഡത്തിന് ഡിന്നറിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ശബ്ദം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്ക്. ഹണി, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കുക്കറിന്റെ ശല്യം ഉണ്ടാവില്ല. അല്ല, ഈ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് കുക്കർ നേരത്തെ വിസിലടിക്കുന്നേ. ഓ, എന്താ ഇത്? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? മാഡം അത് ചോറാണ്, അതായത് കുക്കർ. ഒന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല. പിസ്സ ഓർഡർ ചെയ്താൽ മതി. എന്റെ അമ്മച്ചി, എന്റെ കൈ ആകെ പൊള്ളിപ്പോയി. എന്നിട്ട് മേഡം അത് നോക്കിയത് പോലും ഇല്ല. അത് കുഴപ്പമില്ല ഹണി, മേഡം ഭയങ്കര ടെൻഷനില്ല. സംശയമുണ്ടോ? ബണി, കറണ്ട് പോയിരിക്കയാണ്. ഫീസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ശരി മാഡം. എടാ കഴുതേ, നീ എന്തായി ചെയ്തേ? മാഡത്തിന്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് നിനക്ക് അറിയില്ലേ? നീ പോയി ഫ്യൂസ് നോക്ക്, ഞങ്ങൾ മാഡത്തിനെ സഹായിക്കാം.
മാഡം നിങ്ങൾ ജോലി ചെയ്തോളൂ, ഞങ്ങൾ ലൈറ്റ് കാണിക്കാം. ഓഹോ സോ സ്വീറ്റ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്നെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ഈ ലൈറ്റ് ഇവിടെ തൂക്കിയിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തോട്ട് പോവാം. അപ്പൊ ഡിസ്റ്റർബൻസ് ആവില്ല മാഡത്തിന്. ഇപ്പൊ പറഞ്ഞത് ബുദ്ധിയാണ്. സംശയമുണ്ടോ? ഉം, 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 ഉം. ഓഹോ ഓഹോ ആരാ ഈ നേരത്ത് എന്റെ ഫോണിൽ വിളിച്ച് മാഡത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഓഹോ എന്താ ഈ കാണിക്കുന്നത്? ലാപ്ടോപ്പ് പൊട്ടിപ്പോവില്ലേ? കറണ്ട് വന്നല്ലോ. ഇനി പുറത്തു പോ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കേ. ശരിയായി ഹണി, ഇനി മണ്ടത്തരൊന്നും കാണിക്കല്ലേ. നമുക്കൊരു സിനിമ കാണാൻ പോയിട്ട് വരാം. വാ, ഞാൻ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. അടികൈ. മാഡത്തിന്റെ മുടി ആരാണ് കെട്ടിവെച്ചത്? ഞാനാ കെട്ടിയത്. മാഡം വീണ്ടും ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോ ഞാൻ തന്നെ പുറകിന്ന് കെട്ടിവെച്ചത്. അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാലേ മുടി പുറകിന്ന് വലിയുന്നത് കൊണ്ട് മാഡത്തിന് ഉറക്കമേ വരില്ല. നിന്റെ മണ്ടത്തരങ്ങൾ ഈ ജന്മം അവസാനിക്കും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണോടാ മണ്ട ചെയ്യുന്നത്? എന്നാ പിന്നെ മേഡത്തിന്റെ കസേരയിലെ കുറച്ച് കാക്കകളെ കൊണ്ടിട്. അവര് കൂട്ടത്തോടെ കരഞ്ഞാ മേഡത്തിന് ഉറക്കം വരില്ല. അല്ല, അതിനിപ്പോ പാതിരാത്രി കാക്കകളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ്? അപ്പൊ കാക്കകളെ കിട്ടിക്കഴിഞ്ഞാ നീ മാഡത്തിന്റെ റൂമിൽ കൊണ്ട് നീടുവോ? മിണ്ടാതിരിക്കെ. അവനെ എന്തിനാ വഴക്ക് പറയുന്നത്? ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഹണി ഇങ്ങനെ ചെയ്തത്. എന്റെ മുത്തശ്ശിയും എക്സാം ടൈമില് ഞാൻ ഉറങ്ങാതിരിക്കാൻ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇനി പൊയ്ക്കോളൂ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കാം. എന്തുവാടേ ഇത്? ആ സ്റ്റോർ റൂമില് ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി ഞാൻ ബെഡ്റൂമിൽ പോവാണ്. പിന്നെ 8 കാലുകളെ കൊണ്ടുള്ള ശല്യം വേറെയും. പോകണ്ട, ബെഡ്റൂമില് മേഡം വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് മേഡത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സംശയമുണ്ടോ? ഡോ തനിക്കെന്താ? ഞാൻ അവിടെ ചെന്നൊരു പി ഊതാനൊന്നും പോകുന്നില്ല. മിണ്ടാതിരിക്കാൻ നോക്ക്. ഞാൻ അവിടെയുള്ള ഏതെങ്കിലും അലമാരയുടെ പുറകെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. വേണ്ട, നോ അഡ്മിഷൻ. ഏയ്, എന്നെ വെറുതെ തടയാൻ നോക്കല്ലേ. എന്റെ തല ശരിക്കും ചൂടാവുന്നുണ്ട്. പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല, എനിക്കൊരു സംശയം. ഇത്രയും ചെറിയ തല ചൂടായാൽ എന്താ സംഭവിക്കുക? അത് ശരി. എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് അതിനകത്തേക്ക് പോകാൻ കഴിയില്ല. ഏയ്, ഞാൻ അകത്തേക്ക് ഉറപ്പായും പോയിരിക്കും. പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്കിട്ടൊക്കെ ഒരു പണി തന്നിട്ടേ പോകുന്നുള്ളൂ. ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ഞാൻ പിടിച്ചേ. കിട്ടി ക്യാച്ച്. അയ്യോ, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. സംശയമുണ്ടോ? അയ്യോ, അല്ല, ഈ ഡോക്ടർ ബാലുവിന് എന്താ സംഭവിച്ചത്? അല്ല, ഈ ഡോക്ടർ ബാലു ജോസ് പ്രകാശിന്റെ വേഷത്തിൽ ഇത് എങ്ങോട്ടേക്ക് പോകുന്നത്? ഇവിടെ വരൂ. ഞാൻ ഈ ഡ്രസ്സിന്റെ ട്രയൽ ഒന്ന് നോക്കുവാണ്. ഇതെന്റെ പുതിയ ഡ്രസ്സാണ്. ഈ ഡ്രസ് ഇട്ടാണ് ഞാൻ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നത്. അവാർഡും എനിക്ക് തന്നെ കിട്ടും. വാവ്, ഫാഷൻ ഷോ. അതെ, ഞങ്ങൾ ഡോക്ടർമാരുടെ സെമിനാറുണ്ട്. കൊറോണയെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. കൂടാതെ മാങ്ങാച്ചാറിന്റെ മേളയും ഉണ്ട്. സെമിനാറിന്റെ ഭാഗമായിട്ട് ഫാഷൻ ഷോയും ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്ന് മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.